നമസ്കാരം. പ്രവിത്താനം സെന്റ് മൈക്കിൾസ് ലിറ്റിൽ കൈറ്റ്സ് ക്ലബിന്റെ വാർത്താ പരിപാടിയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രവിത്താനം സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും മറ്റ് ക്ലബ്ബുകളുടെയും പ്രവർത്തന ഉദ്ഘാടനം പ്രശസ്ത ചലച്ചിത്ര ഗാന രചയിതാവ് ശ്രീ സുധാംശു നിർവഹിച്ചു. KCSL പ്രവർത്തന ഉദ്ഘാടനം KCSL രൂപത അസിസ്റ്റന്റ് ഡയറക്ടർ റവറൻ ഫാദർ ജോസഫ് പുതുപ്പറമ്പിൽ നിർവഹിച്ചു. വിവിധ പരിപാടികളോടെ ബഷീർ ദിനവും ചാന്ദ്രദിനവും സമുചിതമായി ആഘോഷിച്ചു. പ്രവിത്താനം സെന്റ് മൈക്കിൾസ് PTA പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടന്നു. ടീൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന സെമിനാർ. വാർത്തകൾ വിശദമായി. KGF 2-ലെ മെഹബൂബ എന്ന ഗാനത്തിലൂടെ പ്രശസ്തനായി തീർന്ന ഗാനരചയിതാവ് സുധാംശുവിനെ പ്രവിത്താനം സെന്റ് മൈക്കിൾസ് ഹൃദയത്തിൽ ഏറ്റുവാങ്ങി. സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും മറ്റ് ക്ലബ്ബുകളുടെയും പ്രവർത്തന ഉദ്ഘാടനം ശ്രീ സുധാംശു നിർവഹിച്ചു. ചൂണ്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീ ടോമി ഫ്രാൻസിസ് പൊരിയത്ത് മുഖ്യാതിഥിയായിരുന്നു. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ തുടർന്ന് അരങ്ങേറി. KCSLന്റെ ഈ വർഷത്തെ പ്രവർത്തന ഉദ്ഘാടനം KCSL രൂപത ഡയറക്ടർ റവറൻ ഫാദർ ജോസഫ് പുതുപ്പറമ്പിൽ നിർവഹിച്ചു. സ്കൂൾ നടുമുറ്റത്ത് നടന്ന വിവിധ കലാപരിപാടികൾ ഏറെ ആകർഷണമായിരുന്നു. ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അനുസ്മരണ ദിനം ബഷീർ ദിനമായി ആഘോഷിച്ചു. ബഷീർ ദിന ക്വിസിലും പെൻസിൽ ഡ്രോയിങ് മത്സരത്തിലും കുട്ടികൾ ഏറെ ആവേശത്തോടെ പങ്കെടുത്തു. ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് നടന്ന മത്സരങ്ങളും ഏറെ ആവേശകരമായിരുന്നു. പ്രവിത്താനം സെന്റ് മൈക്കിൾസിന്റെ ഈ വർഷത്തെ PTA പ്രസിഡന്റായി ശ്രീ ജിസ്മോൻ തുടിയൻപ്ലാക്കലിനെയും MBTA പ്രസിഡന്റായി ശ്രീമതി ജാൻസി ജോസഫിനെയും തെരഞ്ഞെടുത്തു. പാല സെന്റ് തോമസ് കോളേജ് റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ സാബു ഡി മാത്യു PTA പൊതുയോഗത്തിൽ മുഖ്യാതിഥിയായിരുന്നു. ടീൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന സെമിനാർ നടന്നു. ക്രിയാത്മക കൗമാരം കരുത്തും കരുതലും എന്ന വിഷയത്തിൽ ശ്രീമതി ജോളി ജോസഫ് സെമിനാറിന് നേതൃത്വം നൽകി. വായനാ വാരത്തോടനുബന്ധിച്ച് BRC പാല നടത്തിയ പുസ്തക ആസ്വാദന മത്സരത്തിൽ UP വിഭാഗത്തിൽ 2ാം സ്ഥാനം നേടിയ കുമാരി അലോണ ജേക്കബിന് അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഈ വാർത്താ പരിപാടി അവസാനിക്കുന്നു. നന്ദി.